ഒരു ബ്രസീലിയൻ സ്ത്രീയുടെ ഫോട്ടോ വച്ചുള്ള ഒരു എൻട്രി വോട്ടർ ലിസ്റ്റിൽ വന്നു എന്ന് കരുതിയിട്ട് എങ്ങനെ അതൊരു കള്ളവോട്ടായി മാറും? ആ ഒരു എൻട്രിയുടെ അടിസ്ഥാനത്തിൽ ഒരു ID കാർഡ് ഉണ്ടാവണ്ടേ? ആ ഒരു ID കാർഡും കൊണ്ട് ഒരാൾ ഇലക്ഷൻ ബൂത്തിൽ പോയി വോട്ട് ചെയ്യണ്ടേ? ആ ID കാർഡിലുള്ള മുഖവും ഈ ID കാർഡ് കൊണ്ടുപോകുന്ന ആളുടെ മുഖവും മാച്ച് ചെയ്യണ്ടേ? അതെങ്ങനെ ചെയ്യും? ഇത് ഒരു കേസല്ലല്ലോ, ഇതുപോലെ ലക്ഷക്കണക്കിന് കേസുകളില്ലേ. 1-2 കേസിൽ ചിലപ്പോൾ അവരെ പോലിരിക്കുന്ന ആൾക്കാരുടെ മുഖമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുക. ഈ ആയിരക്കണക്കിന് കള്ള വോട്ടുകൾ എങ്ങനെ ചെയ്യപ്പെടുന്നു? ഇത്രയും ഫേക്ക് എൻട്രി എന്തിന് ക്രിയേറ്റ് ചെയ്യുന്നു? നമ്മൾ വീണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു ഗൂഢാലോചന, ഇലക്ഷൻ കമ്മീഷനും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഗൂഢാലോചനയാണോ ഇതിന് സംശയിക്കാനുള്ള എല്ലാ കാരണങ്ങളുമുണ്ട്. ഇതിപ്പോൾ ആരെ പോയി വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടി ആരെങ്കിലും പോയിട്ട് ഈ ഒരു ബൂത്തിൽ 100 ഇതുപോലെ ബ്രസീലിയൻ മുഖങ്ങളുള്ള 100 കേസുണ്ടെങ്കിൽ ആരെങ്കിലും പോയി 100 പ്രാവശ്യം കുത്തണം. എന്നിട്ട് അവരൊക്കെ വോട്ട് ചെയ്തെന്ന് നമ്മൾ മാർക്ക് ചെയ്യണം. അവിടെ മറ്റു പാർട്ടിയിലുള്ള ആൾക്കാർ ഇല്ലാതിരിക്കണം. ഇതുമല്ലെങ്കിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ ഇത് നേരിട്ട് ചെയ്യണം. അതും അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യണം. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഇത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ അറിവുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഈ മെസ്സേജ് അറിയിക്കുക. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിൽ ഇതിനേക്കാളും വലിയ എന്തെങ്കിലും അപകടം ഈ രാജ്യത്ത് വരാനുണ്ടോ? ഇന്ന് വരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഒരു ആരോപണവും തെറ്റാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം രാഹുൽ ഗാന്ധി ഇതുവരെ കാണിച്ച എല്ലാ ഈ അട്ടിമറി ശ്രമങ്ങളും ഇലക്ഷൻ കമ്മീഷൻ്റെ ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതിലെന്ത് സംശയിക്കാനുള്ളത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ ഇത്രയും ഭയപ്പെടുന്നത്? എന്തൊക്കെയോ എവിടെയൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്, അത് ഉറപ്പാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു പാർട്ടിയെയും കുറ്റപ്പെടുത്താനും ആ കുഴപ്പം ഈ കുഴപ്പമെന്ന് പറയാനൊന്നും വരുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതെല്ലാം ആ പുകമറയെല്ലാം മാറ്റി നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനാണ്. പക്ഷെ പുള്ളിക്കാരൻ ഒളിച്ചു കളിക്കുക. ശരി, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഓക്കെ.